എടാ ജേക്കപ്പേ, ഞാൻ എന്തോ ചെയ്യാൻ പറ്റൂടെ? ഞാനും മോനും സിംഗപ്പൂരിലായി പോയി ന്യൂ ഇയറിന്. ഒരു കാര്യം ചെയ്യ്, നമ്മുടെ വീട്ടിൽ തന്നെ ലിക്കർ പാർട്ടി ഞാൻ നടത്താം. ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഇന്ന് വൈകുന്നേരം ഫ്രീ ആണോ? എന്നാൽ പിന്നെ വൈകുന്നേരം ഇങ്ങോട്ട് പോരെ. അത്ര 12 പേര് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി, ഓക്കെ, വൈകുന്നേരം കാണാം. എന്തുവായിരുന്നു? എടീ, ന്യൂ ഇയറിന് ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടേ. ഞാൻ കേട്ടു, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നിങ്ങൾ എന്തോ ഉദ്ദേശം വെച്ചിട്ട് ഇവിടെ ലിക്കർ പാർട്ടി അറേഞ്ച് ചെയ്യുന്നത്? എന്തോ ഡാഡി രാവിലെ ഒരു ചർച്ച? എടാ മോനെ, നമ്മൾ ന്യൂ ഇയറിന് ഇവിടെ ഇല്ലായിരുന്നല്ലോ. നമ്മുടെ ക്ലബിലെ ഫ്രണ്ട്സിനോട് പറഞ്ഞായിരുന്നു പാർട്ടി നടത്തായിരുന്നു. അവർ വൈകുന്നേരം ഇങ്ങോട്ട് വരും, 12 പേര്. ഓ ഡാഡി നൈസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കട്ടെ. വിളിക്ക്, അതിനെന്ത്? എത്ര പേരുണ്ട്? ഒരു 5 പേരുണ്ട്. ഡാ, നിനക്ക് എന്തുവാ ഇതെന്തോ ബാറോ? ഈ മമ്മിക്ക് എന്തുവാ പിന്നെ? നിനക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ലേ? നീ ഏത് കാലത്താ ജീവിക്കുന്നത്? ഫ്രീ മൈൻഡിൽ എടുക്കടി. പിള്ളേരൊക്കെ കണ്ടില്ലേ ഇവിടെ? ജെൻസി പിള്ളേരുടെ ആ ഒരു സ്റ്റൈലൊക്കെ നീ കൂടെ ആവ്. നമ്മളൊന്ന് യുവത്വം തുടിക്കട്ടെ. ദേണ്ടേ, അച്ഛനോടും മോനോടും കൂടെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുണ്ട്, അത് മറക്കണ്ട. ഒരു കാര്യം ചെയ്യ്, അവളുടെ ഫ്രണ്ട്സിനോടും കൂടെ വരാൻ പറ. അതാവുമ്പോൾ പാർട്ടി ഒരുമിച്ചങ്ങ് നടത്താം. എന്താടാ? എക്സാക്ട്ലി. അപ്പം ഇവിടെ നടത്താൻ തീരുമാനിച്ചു. ഞാനൊരു കാര്യം പറയാം. ഞാൻ പിള്ളേരോട് എന്തെങ്കിലും കാര്യം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് യെസ് എന്ന് പറയരുത്. ലിബറൽ ആകണം, വേണ്ടാന്നൊന്നും ആരും പറഞ്ഞില്ല. പക്ഷേ എല്ലാ തോന്നിവാസങ്ങൾക്കും ഓരോ പരിധിയുണ്ട്. അധികമായ അമൃതം വിഷവാ, അത് നിങ്ങൾ പഠിച്ചോളൂ. എല്ലേലും ഈ മമ്മി ഇങ്ങനെ യൂത്തിൻ്റെ പൾസ് അറിയാത്ത എന്തുവാടാ അത്? എന്തോ ഷൂട്ട് ഞാനിപ്പോൾ എന്തുവാ? അതെന്താ അവിടെ കിടക്കുന്നെന്നാ ചോദിച്ചത്? എടുത്തു വെക്കടാ. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഒരു 5 ഇല്ലേ, നിനക്ക് എടുത്തപ്പോൾ മാറ്റിയിട്ടൂടെ? ആണായാലും പെണ്ണായാലും അടുക്കും ചിട്ടേ നല്ലതാ. അടുക്കും ചിട്ടയില്ല. നീ പറയുന്നേ 2 കുപ്പിയും കൂടെ എടുക്കുക. അതൊക്കെ സെറ്റാണ് ഡാഡി, സെറ്റാക്കാം. മമ്മി എന്ത് പറ്റി മമ്മി? നീ നടന്നൊന്നും കേട്ടില്ലേ? കേട്ടു. പിന്നെന്തിനാ ചോദിക്കുന്നേ? പറ്റാൻ മമ്മി എന്താടി? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ മോനെ, ഇത്ര ആൾക്കാർ വൈകുന്നേരം വരുമ്പോഴേ ഇവള് ഫുഡ് ഉണ്ടാക്കിയ തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നും ചപ്പാത്തിയാണോ? പിന്നെ അല്ലാതെ എന്തുവാ? കറി എന്തുവാ? മുട്ടക്കറി എടുത്തോണ്ട് വരാം. എനിക്ക് മുട്ടക്കറി വേണ്ട, ബീഫ് മതി. എടാ, ഇന്നലെ നീ ബീഫല്ലേ തിന്നത്? അതിന് മിനിഞ്ഞാന്ന് നീ ബീഫല്ലേ തിന്നത്? നീ എന്താ വർത്താനാ പറയുന്നത്? എന്നും ബീഫ് എന്നാ എന്തുവാ? ബീഫ് ഇറങ്ങി ഓടൂ. കൊച്ചു പയ്യനാ, വളർന്നു വരുമ്പോഴേ കൊളസ്ട്രോൾ ഉണ്ടാവും. അവൻ യുവത്വമാ, ചോര തിളച്ചോണ്ടിരിക്കുന്ന സമയമാ. ശരീരത്തിൽ ഒന്നും പിടിക്കത്തില്ല. അല്ലാതെ നിന്റെ കൂട്ടെ ചമ്പനങ്ങാതെ അടുക്കള ഇരിക്കുവല്ല. അവൻ ഓടിയും ചാടിയൊക്കെ ചെയ്യും കേട്ടോ. നീ ആവശ്യത്തിന് മേടിച്ചു കഴിച്ചു. നീ ഇന്നലെ മിനിഞ്ഞാന്നും എല്ലാം ഓർഡർ ചെയ്തല്ലേ? കടയിൽ നിന്ന് ഇങ്ങനെ ആഹാരം വാങ്ങിച്ച് കഴിക്കരുത്. ഒരു കുഴപ്പവും ഇല്ല. മോനെ ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തോളാം. ഞാൻ പറയുന്നതിന് ഓപ്പോസിറ്റ് മാത്രം നിങ്ങൾ ചെയ്യിപ്പിക്കാവോ മക്കളെ കൊണ്ട്? മക്കളുടെ മുന്നിൽ എൻ്റെ വില കളയാൻ. നിന്റെ അമ്മച്ചിക്ക് എന്തടി വയ്യേ? ഡാഡി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? എന്നോട് പറഞ്ഞ കാര്യമാണെങ്കിൽ മോൾ അത് ഓർത്ത് മഞ്ഞോളണ്ട, നടക്കത്തില്ല. നടക്കുവോ നടക്കത്തില്ലയോ എന്ന് തീരുമാനിക്കുന്ന നീയല്ല കേട്ടോ. പറയടാ. ഡാഡി എനിക്കൊരാളെ ഇഷ്ടമാണ്. അവൾക്ക് ഇഷ്ടമാണ്. മോൾ ഇഷ്ടപ്പെട്ടു, കറങ്ങിക്കൂ, ഡേറ്റിങ് ചെയ്യും. നിങ്ങൾക്ക് എന്താ ഇത്? അവള് പഠിച്ചോണ്ടിരിക്കുവല്ലേ? പഠിച്ചോണ്ടിരിക്കുന്ന ഒരു പ്രണയക്കിരുന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നീ പ്രണയിച്ചോടി. എടാ മോനെ, നിനക്ക് ആരെയാണോ ഇഷ്ടം അവനോട് 2 ദിവസത്തേക്ക് ഇവിടെ നിൽക്കാൻ പറ. ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്താ മനുഷ്യ, ഡേറ്റ് ചെയ്യാനോ? ഇങ്ങനെയൊക്കെയാണോ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നത്? അവളെ എൻ്റെ മോളാ. അവള് സെലക്ട് ചെയ്യുന്ന ആള് 100% നല്ലവനായിരിക്കും. അതെനിക്ക് ഉറപ്പാണ്. ഇല്ലയോടാ?
ഇതാരടിയത്? ഇതാ മമ്മി ഞാൻ പറഞ്ഞ ആള്. എടി, ഇയാൾക്ക് നിന്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടല്ലോ. അയാളെക്കിട്ട് മൂത്ത കഴിഞ്ഞാൽ വിളിച്ചിറക്കൊണ്ട് പോടി ഇയാളെ. അത് ഉത്തരവാദിത്വം ഞാനാ കാണിക്കണ്ട, നീയല്ല. എന്നാ പറ. മോളെ, ഈ മോനെയും വിളിച്ച് ഇദ്ദേഹത്തെ വിളിച്ചോണ്ട് അകത്തോട്ട് കയറും. അകത്തോട്ട്? നിങ്ങൾ എന്ത് ഭാവിച്ചാ? എന്ത് ഭാവിച്ച്? എൻ്റെ മോള് സ്നേഹിക്കുന്ന ചെറുക്കൻ, അവൻ ഇവിടെ നിൽക്കേണ്ടത്. ചെറുക്കൻ തലയ്ക്ക് ഓളം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. പറ. നിങ്ങളിത് എന്തോ ഭാവിച്ചാ? നിങ്ങളെക്കാളും പ്രായം ഉണ്ട് അയാൾക്ക്. അയാളെ കൂടെ ഈ വീട്ടില് നിങ്ങൾക്ക് എന്താ മനുഷ്യ? മൗസറി, നിനക്കൊരു കാര്യം അറിയോ? നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോള് അദ്ദേഹത്തെ പ്രണയിച്ചതാണ്. അതായത് 2 കാലഘട്ടം തമ്മിൽ ഒന്നിക്കുന്ന അപൂർവ നിമിഷം കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. ഈ വീട് മ്യൂസിയം ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് നമ്മുടെ മോക്ക് അദ്ദേഹത്തോട് ബഹുമാനം കൂടും. മാത്രമല്ല നമുക്കും അയാളോട് ബഹുമാനം കൂടും. എൻ്റെ പൊന്നടി, അങ്ങനല്ല. എന്നെ എങ്ങനെയാണോ എൻ്റെ മോള് നോക്കുന്നത് അതേപോലെ ഒരു അച്ഛനെ പോലെ അദ്ദേഹത്തെ അവൾ നോക്കും. അറിയാവോ നിനക്ക്? അയാൾ നമ്മളെ അയാളുടെ മക്കളെ പോലെ നോക്കിക്കോളും. അയ്യോ എടി, അങ്ങനല്ല. ഇപ്പോഴത്തെ പൂക്കിയും സ്കിബിഡിയൊക്കെ അവൾ അയാളെ പഠിപ്പിക്കും. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ ഇവളെയും പഠിപ്പിക്കത്തില്ലേ? എന്റെ മോള് ഹിസ്റ്ററി ക്ലാസ്സിന് ചേരാനാണോ പോകുന്നത്? നിങ്ങൾക്ക് എന്തോ മനുഷ്യ. നമ്മുടെ മോക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്തോന്നറിയോ? അദ്ദേഹത്തിന് മെച്യൂരിറ്റി ഉള്ളത് കൊണ്ട് ഡിവോഴ്സ് ആവുമെന്ന് പേടിക്കേ വേണ്ട. അതിന് മുമ്പേ അയാൾ തട്ടിപ്പോക്കോളും. എടി, അവരുടെ ജീവിതം ഇല്ലയോ, അവര് സന്തോഷത്തോടെ ജീവിക്കട്ടെ. അപ്പൊ എന്താ നിങ്ങളുടെ തീരുമാനം? ഈ അച്ഛന്റെ സ്ഥാനം ഉള്ള ഒരാള് മരുമോനായിട്ട് ഇവിടെ നിൽക്കുക? ശരി, ജീവിക്കട്ടെ. ഇവൾ ഒരുമാതിരി തൈക്കളവിമാരുടെ സ്വഭാവം കാണിക്കുന്ന എന്തുവാ? എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. ചെയ്തതൊക്കെ തെറ്റായി പോയെന്നൊരു ചിന്തയുണ്ടോ? തെറ്റായി പോയോന്ന് ഒരു തെറ്റും തോന്നുന്നില്ല. തോന്നത്തില്ല, നിങ്ങൾക്ക് തോന്നത്തില്ല. എൻ്റെ അഭിപ്രായത്തിന് അല്ലെങ്കിൽ എന്നാ നിങ്ങളൊരു വില തന്നിട്ടുള്ളത്? നമ്മുടെ മോടെ ജീവിതം വെച്ചാൽ നിങ്ങൾ കളിക്കുന്നതെന്ന് മറക്കണ്ട. ഒന്നും മിണ്ടായിരിക്കടി. കൊള്ളാം, മനോഹരം. ഞാനിപ്പം ഹലോ വന്നു. മമ്മിച്ചേ. മമ്മിച്ചിയോ? ആരാണ് എന്റെ മമ്മിച്ചി? ആരാണ് എന്റെ മമ്മിച്ചി? പപ്പാ, ഇൻസുലിൻ ഉണ്ടാവും ഒരെണ്ണം എടുക്കാൻ? ഇല്ല. ആർക്കാ? എനിക്കാ. ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ ആർക്കും അത് എടുക്കാനുള്ള പ്രായമായിട്ടില്ല. ആരെങ്കിലും പുറത്തോട്ട് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ഇവിടെ വലിഞ്ഞു കയറി വന്ന ചിലവരൊക്കെ പുറത്തോട്ട് ഇപ്പൊ പോകും. ഡാഡി, എനിക്കൊരു 1000 രൂപ വേണമായിരുന്നു. എന്തിനാ മോനെ? ഫോട്ടോ അടിക്കാൻ. എവിടെ പോവാ? പുറത്തോട്ട് വരെ പോകാനാ. അച്ഛൻ്റെ പേഴ്സകത്തുണ്ട്, 2000 എടുത്തു. ഇതാ റെഡി. ഇതാ ഞാൻ പറഞ്ഞ പുള്ളിയുടെ അച്ഛൻ. ഹായ് അങ്കിൾ. അച്ഛനല്ല, ചെക്കൻ. ചെക്കനോ? ഈ പടുമരവോ? നിന്റെ ഡാഡിയുടെ സെലക്ഷനാ. ഡാഡിയുടെ സെലക്ഷൻ ആയിരുന്നോ? അതൊന്നും അടിപൊളിയാ, നല്ല ചേർച്ച. ഒന്ന് ചേർന്നിരുന്നേ. അടിപൊളി അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. മോനെ പുറത്തോട്ട് പോകാന്നോ? പോകുന്നുണ്ട്. എനിക്കൊരു ഇൻസുലിൻ വാങ്ങി വരുമോ? ഇൻസുലിനോ? അതെന്തിനാ? തിന്നാന് വാങ്ങിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ അയാൾ ഇവിടെ കിടന്ന് ചാവും. ഹൈ ഷുഗർ നിൽക്കും അയാളൊക്കെ. 2 മേടിക്കട്ടെ? 1 മതി. മമ്മിച്ചേ. എടോ, എന്താ? തൈറോയിഡിന്റെ ഗുളിക ഉണ്ടാവും? ഇവിടെ തൈറോയിഡിന്റെ ഗുളിക ഇല്ല. കാരണം ഇവിടെ ആർക്കും തൈറോയിഡ് ഇല്ല. വാദം? എടോ, ഇവിടെ മെഡിക്കൽ സ്റ്റോർ ആരും നടത്തുന്നില്ല. ഇയാൾ ഇവിടെ പണി നോക്ക്. മാറിക്കടി അങ്ങോട്ട്. എന്താ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്? സൈക്കിളവനെയൊക്കെ പിടിച്ച്. ഇയാൾ ഇവിടെ കാണാൻ അസുഖം കൂടി തീർന്നു പോയി കഴിഞ്ഞാലുണ്ടല്ലോ മോളെ, നാട്ടുകാരോട് പറയാനേ ഞങ്ങൾക്ക് എന്തൊരു. നിങ്ങളിതൊന്നും കാണുന്നില്ലേ? മോളെ, ഇവക്ക് എന്തൊക്കെയോ കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. മോളതൊന്നും കാര്യമാക്കണ്ട. മോള് വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോകും. അകത്തോട്ട് ചെല്ലും മോനെ. Kutu
എടോ കുഴിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന കിളവാ. തനിക്ക് നാണമില്ലല്ലോടോ, കൊച്ചുകൂടെ പ്രായമുള്ള ഒരു കൊച്ചിൻ്റെ കൂടെ കിടന്ന് കുമ്മാട്ടിക്കളി കളിക്കാൻ തന്നെ. കഷ്ടം തന്നെ. അതെ, ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. കുറയ്ക്കണം. എന്തുവായിരുന്നു വീഡിയോ എടുത്ത് കൊടുപ്പ്? എന്നോട് എടുക്കാൻ പറഞ്ഞ് ഞാൻ എടുത്തു. അപ്പൊ നിങ്ങളോട് കൊല്ലാൻ പറഞ്ഞ് നിങ്ങൾ കൊല്ലുവോ? അവരുടെ ഫ്രീ മൈൻഡ്. നീ പരിചയമുള്ള മന്ത്രവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. അത്ര ഫ്രീ മൈൻഡ് ഒന്നും എന്തുവായാലും ഒഴിഞ്ഞു പോകണം, അത്രയേ ഉള്ളൂ. ആടാ, അപ്പം നീ ഒരു നല്ലൊരു മന്ത്രവാദി അറേഞ്ച് ചെയ്തിട്ട് വിളിക്കാട്ടോ. ശരി. അങ്ങനെ ഒഴിപ്പിക്കാനാണെങ്കിൽ നല്ലൊരു മന്ത്രവാദിയെ വേണം. ഇവിടുന്ന് കുറേ എണ്ണത്തിനെ ഒഴിപ്പിച്ച് വിടാനുണ്ട്. ഡാഡി, ഇവിടെ ഒരു ഹോമം വേണം. എന്തിന്? ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങുമല്ലോ, ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ കഴുത്തിനകത്ത് പിടിച്ചിരിക്കുന്നു. എടാ, അത് നീ ഫോണും കുത്തിക്കൊണ്ട് 24 മണിക്കൂറും കിടക്കുന്നത് കൊണ്ടാ. അതൊന്ന് മാറ്റി വെച്ചിട്ട് സമാധാനത്തെ നാമം ജപിച്ചൊന്ന് കിടന്നേ, നിനക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഈ അറിവില്ലാത്തവളെ. എടാ മോനെ, ഇതിന് മന്ത്രവാദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ലോകത്ത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്നതിന് സംഭവം ഇതിനെ ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ ഡോക്ടർമാർ പറയുന്നൊരു പേരുണ്ട്, സ്ലീപ്പ് അനാലിസിസ്. സ്ലീപ്പ് അനാലിസിസ് അല്ല, സ്ലീപ്പ് പരാലിസിസ്. അങ്ങനെ വേണം പറയാൻ. കുട്ടികൾക്ക് തെറ്റ് പറഞ്ഞു കൊടുക്കരുത് പപ്പാ. അതെ. നിങ്ങൾ കേട്ടത് തെറ്റിപ്പോയതായിരിക്കും, പറഞ്ഞത് കറക്റ്റാണ് ഞാൻ. എടാ മോനെ, അത് മാത്രമല്ല, അച്ഛനൊരു അത്ഭുത സിദ്ധിയുണ്ട്, നിനക്കറിയോ? അച്ഛൻ ഒരു ദിവസം കിടന്നുറങ്ങിയപ്പം അച്ഛൻ്റെ ആത്മാവ് എണ്ണീച്ച് ഈ റൂമിലും താഴെയൊക്കെ പോയി ഇങ്ങനെ ചുറ്റിക്കറങ്ങി വരുന്ന പോലെ അച്ഛനൊരു ഫീൽ ചെയ്തു. അത് ഉള്ളിലെ അത്ഭുത സിദ്ധി ഉള്ളവർക്ക് മാത്രമേ സംഭവിക്കാറുള്ളൂ. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല നിൻ്റെ അടുത്ത്. പക്ഷേ സയൻസും ശാസ്ത്രവും ഒക്കെ ഇതിനെ പറയുന്ന പേരെന്തെന്നറിയോ? ആസ്ട്രോ പ്രൊജക്ഷൻ. ആസ്ട്രോ പ്രൊജക്ഷൻ അല്ല, ആസ്ട്രൽ പ്രൊജക്ഷൻ. അങ്ങനെ വേണം പറയാൻ. ബ്രോയ്ക്ക് ഒട്ടുക്കത്തറിവാണല്ലോ. അടകളിയാണ് ആസ്ട്രൽ പ്രൊജക്ഷനാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വന്നത് അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും അപ്ഡേറ്റഡ് ആവണം. കാരണം സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുക. വെറുതെ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കാണും, ഇതൊക്കെ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്. ഇതൊക്കെയാണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ. ഞാനങ്ങനെ മീഡിയാസ് ഒന്നും കാണാറില്ല. മീഡിയാസ് അല്ല, മീഡിയ അങ്ങനെ വേണം പറയാൻ. രണ്ടും ഒന്നല്ലേ? രണ്ടും ഒന്നല്ല. മീഡിയാസ് എന്ന് ഒരിക്കലും നമ്മൾ പറയാറില്ല, അത് തെറ്റാണ്. മീഡിയ എന്ന് പറയുന്നത് പ്ലൂറലാണ്. എന്നാൽ പിന്നെ ഞങ്ങളൊരു ഈവനിങ് വാക്കിന് പോയിട്ട് വരാം. എന്താ, പോകാം? പോട്ടേളിയാ? അതെ, അയാൾ മിടുക്കനാ കേട്ടോ, നല്ല അറിവും ബോധവുമുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചമ്മി ഞാൻ കാണുന്നത്. അയാളിവിടെ നിൽക്കട്ടെ. കുട്ടുമക്കുട്ടു സുഖമാണില്ല. ഡാഡി, മന്ത്രവാദിയുടെ കുന്തിരിക്ക് ഉണ്ണിച്ചു പടാ.
ചേട്ടാ എന്താ ഫോണിനെ എവിടൊക്കെ വെച്ച് നോക്കിയിട്ട് റേഞ്ച് കിട്ടുന്നില്ല, അതെന്താ? അത് കുറേ നാളായ ഫോണല്ലേ, കംപ്ലൈൻ്റ് ആയതായിരിക്കും. കടയിൽ കൊടുത്ത് റിപ്പയർ ചെയ്യാൻ നോക്ക്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇന്നത്തെ കാലത്ത് എല്ലാ ഫോണിനോടൊരു പ്രശ്നമാണ്. ഒന്നെങ്കിൽ അതിൻ്റെ ഫ്ലൈറ്റ് മോഡൊന്ന് ഓണാക്കിയിട്ട് ഓഫാക്കി നോക്ക്, അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്ത് നോക്ക്, ശരിയാവും. ശരിയായി ശരിയായി. ഒന്ന് അപ്ഡേറ്റ് ആവൻ്റെ മാഷേ, കഷ്ടം. അപ്ഡേറ്റഡ് ആവണോ അത്രേ? അപ്ഡേറ്റഡ്. ഇന്നലെ കയറി വന്നവൻ എൻ്റെ അടുത്ത് അപ്ഡേറ്റഡ് ആവണമെന്ന്. സൂര്യന് കീഴിലുള്ള എല്ലാത്തിനെയും കുറിച്ച് അറിവുള്ള ഞാൻ ചുമ്മാല്ല, ഫോൺ അപ്ഡേറ്റഡ് ആയിട്ടില്ല, അതാണ് വിഷയം. ചേട്ടാ ആദ്യമേ അത് അപ്ഡേഷൻ ചെയ്തു. ചേട്ടാ, എന്തുവാ? നിങ്ങളുടെ 2 കൂട്ടുകാര് കുപ്പിയും കൊണ്ട് വന്ന് നിൽക്കുന്നു. അവിടെ ഇരി അവിടെ ഇരി അവിടെ ഇരി. അവർ പോയി. ആര് പറഞ്ഞിട്ട്? അദ്ദേഹം. ഏത് അദ്ദേഹം? മോളുടെ അദ്ദേഹമല്ലേ അദ്ദേഹം. അദ്ദേഹം ഇപ്പം അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്? പിന്നെ പ്രായത്തിന് മൂത്തവരെ എടാ പോടാന്ന് വിളിക്കാൻ പറ്റുമോ? സത്യം പറയാലോ, അയാൾ വന്നതിന് ശേഷം ഈ വീടിനൊക്കെ ഒരു മാറ്റം. മോനൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്. എന്തായാലും നന്നായിപ്പോയി. ഉള്ളത് പറഞ്ഞാൽ അയാളൊരു നല്ല മനുഷ്യനാണ്. നീ ഇല്ലാത്തതങ്ങ് പറഞ്ഞാൽ മതി. ഇല്ലാത്തത് പറയുവാണെങ്കിൽ നിങ്ങളൊരു നല്ല മനുഷ്യനാ. ആയ കാലത്ത് ഇതുപോലൊരാളെ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ, എൻ്റെ ജീവിതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു തീർക്കായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ചെല്ല് നീ. മനസ്സിലാക്കിയാ മതി.